നിലാപക്ഷി ഭാഗം 18. ഇനി പെണ്ണിനെ വിളിക്കാംലേ, വൈകിപ്പിക്കേണ്ട, മാധവൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ മിഥുൻ്റെ മനസ്സിൽ ഒരു അങ്കലാപ്പായി. എന്തുതന്നെ വന്നാലും താൻ കാണാൻ പോകുന്ന പെണ്ണിനോട് അനാമികയുടെ കാര്യം തുറന്നു പറയണമെന്ന് തന്നെ അവൻ വിചാരിച്ചു. കയ്യിൽ ട്രേയുമായി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയയെത്തി. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാമല്ലേ, സുധാകരൻ തൻ്റെ ഭാഗം പറഞ്ഞു. മിഥുൻ പക്ഷേ താല്പര്യമില്ലാത്ത മട്ടിലിരുന്നു. ചെല്ലു മോനെ, ഊർമിള മകനെ സ്നേഹത്തോടെ നിർബന്ധിച്ചു. അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പ്രിയയോട് എല്ലാം തുറന്നു പറയണം അവൻ വിചാരിച്ചു. പ്രിയ നിൽക്കുന്ന ബാൽക്കണിക്കരികിലേക്ക് അവൻ ചെന്നു. അവൻ ഒന്നും സംസാരിക്കാതെ നിന്നു. എന്നാൽ പ്രിയ നേരെ മറിച്ചായിരുന്നു. അവൾ അവനോട് ഹായ് പറഞ്ഞു. അവനും ഒന്ന് തിരിച്ചു വിഷ് ചെയ്തു. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്, അവൻ പറഞ്ഞു തുടങ്ങി. എന്തു പറ്റി, എന്താണ് പറയാനുള്ളത്? അവൾ ആകാംക്ഷാപൂർവം അവനെ നോക്കി. അവൻ അനുവിൻ്റെ കാര്യം പറഞ്ഞു. അവൾ ഒരു ഞെട്ടലോടെ എല്ലാം കേട്ടു നിന്നു. എന്നാൽ മിഥുന് ഇത് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ, പ്രിയ ചോദിച്ചു. എനിക്ക് അത് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്, അവൻ പ്രിയയോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുവെങ്കിലും അനുവിനെ താലി കെട്ടിയ കാര്യവും അവർ ഒരുമിച്ചാണെന്ന കാര്യവും ഒന്നും മിഥുൻ പറഞ്ഞില്ല. തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വീട്ടുകാരോട് പറഞ്ഞാൽ മതിയെന്ന് മിഥുൻ അവളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവൾ അവന് വാക്കുകൊടുത്തു. ഏറെ ആശ്വാസത്തോടെയാണ് മിഥുൻ പ്രിയയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കാറിൽ കയറി അവൻ സീറ്റിലേക്ക് തല ചായ്ച്ചു. ഇനി പ്രിയ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കില്ല എന്നവൻ വിചാരിച്ചു. ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. അനുവുമായുള്ള ഒരു ജീവിതം അവൻ സ്വപ്നം കണ്ടു. എന്നാൽ പ്രിയ ആരോടും ഒന്നും പറഞ്ഞില്ല. തനിക്ക് മിഥുനെ ഇഷ്ടമാണെന്നും വിവാഹത്തിന് സമ്മതമാണെന്നുമാണ് അവൾ അറിയിച്ചത്. അവൾ തൻ്റെ ഭൂതകാലത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു. ബാംഗ്ലൂരിൽ CAക്ക് അഡ്മിഷൻ എടുത്ത് അവളെ ഹോസ്റ്റലിലാക്കി മടങ്ങിയതാണ് സുധാകരൻ. അവൾ കോളേജിൽ വിലസി നടന്നു. മാസാമാസം അവളുടെ അക്കൗണ്ടിൽ പണമെത്തും. മോഡേണായി ഡ്രസ് ചെയ്ത് അവൾ കോളേജ് ക്യാമ്പസിൽ പാറി നടന്നു. അതിനിടയ്ക്കാണ് അവൾ ആകാശിനെ പരിചയപ്പെടുന്നത്. പരിചയം പിന്നീട് പ്രണയമായി മാറി. കോളേജ് ക്യാമ്പസിലും ക്യാൻറ്റീനിലും ഐസ്ക്രീം പാർലറിലും പിന്നെ അവർ ഒരുമിച്ച് പോയി. അങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ അവൾ പാറി നടന്നു. എന്നാൽ ആകാശിനേക്കാൾ പണവും സൗന്ദര്യവുമുള്ള കിരണിനെ കൂട്ടിന് കിട്ടിയപ്പോൾ മെല്ലെ അവൾ ആകാശിൽ നിന്നും അകന്നു. തനിക്ക് പണമുണ്ടെന്ന അഹങ്കാരമായിരുന്നു അവൾക്ക്. എന്നും കിരണുമൊത്തായി പിന്നീടുള്ള കറക്കം. ഒരു ദിവസം കിരണും അവളും കൂടി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവൾ കിരണിൻ്റെ കൂടെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിലേക്ക് പോകും വഴി അവൾ ആകാശിനെ കണ്ടിരുന്നു. എന്നാൽ അവൾ അവനെ കണ്ട ഭാവം നടിച്ചില്ല. കിരണുമായുള്ള ബന്ധമറിഞ്ഞപ്പോൾ തന്നെ ആകാശ് അവളെ എതിർത്തിരുന്നു. അവൻ ചതിക്കുമെന്ന അവൻ്റെ വാക്കിനെ അവൾ പാടെ അവഗണിച്ചു. ആകാശിനെ തോൽപ്പിച്ച മട്ടിൽ അവനേക്കാൾ ബെറ്ററായവനാണ് കിരൺ എന്ന ഭാവത്തിൽ അവൾ മൈൻഡ് പോലും ചെയ്യാതെ ബൈക്കിൽ പാഞ്ഞുപോയി. മുറിയിലെത്തിയപ്പോൾ ചെറിയൊരു ഭയം പ്രിയയിൽ വന്നു നിറഞ്ഞു. എന്നാൽ കിരണിൻ്റെ തേൻ പുരട്ടിയ വാക്കുകളിൽ അവളുടെ ഭയം ഇല്ലാതെയായി. അവൻ ബിയർ ഓർഡർ ചെയ്ത് വരുത്തി. കുളിച്ച് ഫ്രഷായി പ്രിയ ബെഡിൽ വന്നിരുന്നു. അവൻ ബിയർ 2 ഗ്ലാസ്സിലേക്കായി പകർന്നു. ഒന്ന് പ്രിയയ്ക്ക് നേരെ നീട്ടി. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവൾ അവൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് വാങ്ങി ഒന്ന് മുത്തി. അവൾ കുറേശ്ശെയായി ബിയർ നുണഞ്ഞു. അവളുടെ ഒരു ഗ്ലാസ് കഴിയാറായപ്പോഴേക്കും കിരൺ തൻ്റെ 3ാമത്തെ ഗ്ലാസ്സിലെത്തിയിരുന്നു. ഒഴിക്ക്, അവൻ അവളെ നിർബന്ധിച്ച് 2ാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. അവൾ ചെറിയ ഒരു പുഞ്ചിരിയോടെ 2ാമത്തെ ഗ്ലാസും കുടിക്കാൻ തുടങ്ങി. അവൻ അവൾക്കരികിലേക്കായി നീങ്ങിയിരുന്നു. ഉമ്മ, അവളുടെ കൺപീലികളിൽ ചുണ്ടുമുട്ടിച്ചുകൊണ്ട് അവൻ പതിയെ മന്ത്രിച്ചു. അവളെ കൂടുതൽ ചേർത്ത് പിടിക്കാനുള്ള വെമ്പലിലായിരുന്നു അവൻ. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൺപീലിയെ തഴുകി. അവൻ്റെ നിശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ അവൾ പുളഞ്ഞുപോയി. അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി.
അവളുടെ കണ്ണുകളിൽ അവനെ വിശ്വസിച്ചൊരു ഭാവമായിരുന്നു. ആ മനോഹര നിമിഷത്തിൽ മതിമറന്ന അവൻ മുഖം കൂടുതൽ അവളിലേക്കടുപ്പിച്ചു. മൂക്കുകൾ തമ്മിൽ ഉരസി. അവളുടെ ശരീരം മുഴുവൻ അവൻ്റെ ദേഹത്തേക്ക് ചായ്ക്കാൻ അവൾ കൊതിച്ചു. ഡാ ചെക്ക, ഐ ലവ് യു, അവൾ അവൻ്റെ കാതിൽ മന്ത്രിച്ചു. അവനാകെ ആടിയുലഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ ചുണ്ടോട് ചുണ്ടടുപ്പിച്ചപ്പോൾ അവൾ പുളഞ്ഞുപോയി. അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സിനുള്ളിലേക്ക് ഊർന്നിറങ്ങിയപ്പോൾ അവൾക്ക് എന്തോ പോലെയായി. അവൻ പതിയെ അവളുടെ ടീഷർട്ട് മുകളിലേക്കുയർത്തി അത് ഊരിക്കളഞ്ഞു. ബെഡ് ലാമ്പിൽ ബിയറിൻ്റെ ലഹരിയിൽ നിൽക്കുന്ന കിരണിൻ്റെ കണ്ണുകൾ അവളുടെ മേനിയാകെ തഴുകി. അവൻ അവളുടെ ചുണ്ടിൽ നിന്നും തേൻ ഊറ്റിക്കുടിക്കുന്ന ശലഭമായി മാറി. പതിയെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കഴുത്തിൽ, പിന്നെ മാറിൽ, അങ്ങനെ അവളിൽ അവൻ ചുംബനം കൊണ്ട് നിറഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ പുറകിലേക്ക് പോയി. അവളുടെ ബ്രായുടെ ഹുക്കഴിച്ചു. അങ്ങനെ അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അവൻ അഴിച്ചു മാറ്റി. അവൾ പ്രണയപരിവശയായി. അവളുടെ ഗന്ധം മുഴുവൻ അവൻ വലിച്ചെടുത്തു. അവൻ്റെ കൈ അവളുടെ മാറിടത്തിലും നിതംബത്തിലും എല്ലാം ഓടിക്കളിച്ചു. അവളിൽ നിന്നും കാമത്തിൻ്റെ സീൽക്കാരമുയർന്നു. അവൻ അവളെ അടിമുടി ചുംബിച്ചു. അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. അവളും ആ സുഖം ആവോളം നുണഞ്ഞു. അവൻ അവളിൽ നിന്നും തൻ്റെ വേട്ട അവസാനിക്കുമ്പോൾ തളർന്ന് ബെഡിലേക്ക് വീണുപോയി. ആ രാത്രി അവരുടേത് മാത്രമായി. താൻ കിരണുമായി ചേർന്ന് വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് അവൾ ആ നിമിഷം മറന്നുപോയി. അവനുമായി ആ രാത്രിയിൽ താൻ അറിയാത്ത സുഖത്തിലൂടെ കടന്നുപോയപ്പോൾ കിരൺ ഒരിക്കലും തന്നെ കൈവിടില്ലെന്നും അവനെന്നും തൻ്റെ കൂടെയുണ്ടാകുമെന്നും അവൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ അവർ പരസ്പരം ഒന്നായി അലിഞ്ഞ് തളർന്നുകൊണ്ട് ഉറക്കത്തിൻ്റെ അനന്തതയിലേക്ക് വീണുപോയി. പ്രിയയുടെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു. അത് കേട്ടുകൊണ്ടാണ് പ്രിയ കണ്ണു തുറക്കാൻ ശ്രമിച്ചത്. എന്നാൽ കണ്ണുകൾക്ക് നല്ല ഭാരം. എന്നാലും പതിയെ പതിയെ ആ ഉദ്യമത്തിൽ അവൾ വിജയിച്ചു. താനിതെവിടെയാണ്? അവൾ സ്ഥലകാലബോധമില്ലാതെ ചുറ്റും നോക്കി. ഒന്നും ഓർമ്മയിൽ തെളിയുന്നില്ല. അപ്പോഴാണ് അവളുടെ കൈ എന്തിലോ തട്ടിയത്. തൻ്റെ അടുത്ത് ആരോ ഉണ്ട്. അങ്ങനെ അവൾക്ക് തോന്നി. അത് ഷീലയല്ല എന്നവൾക്ക് മനസ്സിലായി. പതിയെ തലതിരിച്ചു നോക്കിയപ്പോൾ കിരണാണ് തൻ്റെ അരികിൽ കിടന്നുറങ്ങുന്നത്. അവൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവളുടെ മാറിൽ നിന്നും പുതപ്പ് താഴെ വീണു. അവൾ ഞെട്ടലോടെ തൻ്റെ കൈകൾ കൊണ്ട് മാറിടം മറച്ചു. തലേന്ന് രാത്രിയുണ്ടായ സംഭവങ്ങൾ അവൾ ഓർത്തു. നാണം കൊണ്ടവൾ കൂമ്പിപ്പോയി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കിരണിനെ നോക്കി. അവൾ പുതപ്പ് ശരീരത്തിൽ ചുറ്റിക്കൊണ്ട് എഴുന്നേറ്റു. വാഷ്റൂമിലേക്ക് പോയി നന്നായൊന്ന് കുളിച്ചു. തലേന്ന് കുടിച്ച ബിയർ തന്നിൽ ഇപ്പോഴും ചെറുതായൊരു തലകറക്കം സൃഷ്ടിക്കുന്നതായി അവൾക്ക് തോന്നി. ഷവറിനടിയിൽ എത്ര നേരം നിന്നു എന്നറിയില്ല. കുറേ നേരം അവൾ ആ നിൽപ്പ് നിന്നു. പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവൾ കിരണിനെ വിളിച്ചു. അവൻ വിളി കേൾക്കുന്നുണ്ടെങ്കിലും എഴുന്നേൽക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്തില്ല. അവനിൽ നിന്നും ഇന്നലെ നുണഞ്ഞ ബിയറിൻ്റെ ഹാങ് ഓവർ ഇനിയും തീർന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കാത്തുനിന്നു അവൻ ഉണരാൻ വേണ്ടി. അരമണിക്കൂർ വേണ്ടി വന്നില്ല. കിരൺ എഴുന്നേറ്റു. നീ ഒന്ന് ഫ്രഷായി വന്നേ, എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയേക്ക്, വേഗം, സമയം വൈകി. രാവിലെ എത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ, അവൾ പറഞ്ഞു. നിക്ക്, ഞാനൊന്ന് ഫ്രഷായി വരാം. അവൻ എഴുന്നേറ്റു. കിരൺ വന്നപ്പോഴേക്കും ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരുന്നു. പ്രിയ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? മുടി ചീകിക്കൊണ്ടിരിക്കുന്ന പ്രിയയെ നോക്കി കിരൺ ചോദിച്ചു. ഷോ കിരൺ, എൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായി നല്ല വേദന, അവൾ പറഞ്ഞു. അത് ഇന്നലെ നിന്നെ മുഴുവനായിട്ട് ഞാനിങ്ങെടുത്തില്ലേ, അതിൻ്റെയാ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവനത് പറഞ്ഞപ്പോൾ അവൾ നാണത്തോടെ ചിരിച്ചു. അവർ ഹോസ്റ്റലിലെത്തിയപ്പോൾ മേട്രൻ അവളെ ചോദ്യം ചെയ്തെങ്കിലും അവൾ പിടികൊടുത്തില്ല. പിന്നീട് ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ കിരണിനോട് യാത്ര പറയുമ്പോൾ മാത്രമാണ് അവൾക്ക് സങ്കടമായത്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ താൻ കിരണിൻ്റെ കൂടെയുണ്ടാകുമെന്നവൾ അവന് ഉറപ്പു കൊടുത്തിരുന്നു. പ്രിയ, തനിക്ക് മിഥുനെ ഇഷ്ടമായില്ലേ? രുക്മിണി അവളോട് ചോദിച്ചപ്പോഴാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത്. അങ്ങനെ ഒരു ബന്ധം വന്നത് നമ്മുടെ ഭാഗ്യമോളെ. നിനക്കിഷ്ടക്കുറവൊന്നുമില്ലല്ലോ. അവിടെ നിനക്ക് രാജകുമാരിയെപ്പോലെ കഴിയാം.
അവർ അവളുടെ മറുപടിക്കായി കാത്തുനിന്നു. ഒരു നിമിഷം മിഥുൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറയണോ എന്നവൾ ചിന്തിച്ചു. പിന്നീട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ രാജകുമാരിയെപ്പോലെ വാഴാൻ തനിക്കൊരു യോഗമുണ്ടെങ്കിൽ അങ്ങനെയാകട്ടെ, എനിക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല, പ്രിയ കൂർമ്മബുദ്ധിയോടെ പറഞ്ഞു. മിഥുനെപ്പോലെ ഇങ്ങനെ ഒരു ബന്ധം ഇനി വന്നില്ലെങ്കിലോ? എന്തുകൊണ്ടും കിരണിനേക്കാൾ നല്ലൊരു ബന്ധം തന്നെയാണിത് എന്നവൾക്ക് ആ നിമിഷം തോന്നി. എന്നാൽ കിരണിനെ ഉപേക്ഷിക്കാനും അവൾക്ക് തോന്നുന്നില്ല. കിരൺ തന്നെ വിട്ടു പോകുമെന്ന് അവൾക്ക് തോന്നിയതേയില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞ് അവനെ മനസ്സിലാക്കണം അവൾ തീരുമാനിച്ചു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് കിരണിനെ ഇഷ്ടമായിരുന്നു. തൻ്റെ എല്ലാം കവർന്നെടുത്ത അവനെ മറക്കാൻ അവൾക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തവും കുറിച്ചുകൊണ്ട് ആനന്ദ് എത്തിയപ്പോൾ ഊർമിള മിഥുനെ വിളിച്ചു പറഞ്ഞു. ഊർമിള വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ മിഥുൻ നടുങ്ങിപ്പോയി. പ്രിയയോട് താൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ കാര്യത്തിലെടുത്തിട്ടില്ലെന്ന് അവന് തോന്നി. താൻ പറഞ്ഞതൊന്നും അവൾ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് അവന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഒരു നിമിഷം അഗാധമായ ഗർത്തത്തിലേക്ക് താൻ താഴ്ന്നു പോകുന്നത് പോലെ അവന് തോന്നി. വിവാഹ നിശ്ചയം അതിഗംഭീരമാക്കാൻ ഊർമിളയ്ക്ക് താല്പര്യമില്ലായിരുന്നു. രവിവർമ്മയുടെ വിയോഗം കാരണമാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെ സുധാകരൻ്റെ വീട്ടുകാരും അത്യാവശ്യം ബന്ധുക്കളും പിന്നെ ഊർമിളയും കുടുംബവും മാത്രമായി ചേർന്നുകൊണ്ട് വിവാഹ തീയതി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ആ ചടങ്ങിനിടയിൽ പല പ്രാവശ്യം മിഥുൻ അനാമികയുടെ കാര്യം പറയാൻ തുടങ്ങിയെങ്കിലും അവനത് സാധിച്ചില്ല. അങ്ങനെ അവൻ പ്രിയയുടെ കയ്യിൽ വിവാഹമോതിരം അണിഞ്ഞു. അവൾ ഒരു വധുവിനെപ്പോലെ ഒരുങ്ങിയിരുന്നു. ആർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇഷ്ടമാകുന്ന പ്രകൃതം. പക്ഷേ അവളെ ഒന്ന് ശ്രദ്ധിക്കാനോ ഒന്ന് നോക്കാൻ പോലും മിഥുന് കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ ഒരു മുഖം മാത്രമേയുള്ളൂ. അത് അനുവായിരുന്നു. അവനെന്തോ മനസ്സിലാകെ ഒരു വിങ്ങൽ. മന്ത്രകോടി അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി താൻ താലികെട്ടിയ അനുവിൻ്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. അനു ഒന്നും അറിയുന്നില്ലല്ലോ. അവൾ തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരിക്കും എന്നവനറിയാം. പ്രിയ അവനെ ഒളികണ്ണിട്ടു നോക്കി. മിഥുൻ്റെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവവും തെളിയുന്നതായി അവൾക്ക് തോന്നിയില്ല. ആകെ ഒരു നിസ്സംഗഭാവം. അവൻ മമ്മയെ നോക്കി. ഊർമിള നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും ചിരിക്കുന്നു, സന്തോഷത്തിൽ അർമാദിക്കുന്നു. മിഥുൻ്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. വിവാഹത്തിനായി എല്ലാവരും അംഗീകരിച്ച ഒരു മുഹൂർത്തം കുറിച്ചു. ആരും മിഥുൻ്റെ ഇഷ്ടം അറിയാൻ ശ്രമിക്കുന്നതായി അവന് തോന്നിയില്ല. ഡാ മിഥുൻ, നീ വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്തോ, രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഊർമിള മകനോട് പറഞ്ഞു. വിവാഹം അടുത്ത് വരികയല്ലേ, നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുകയോ മറ്റോ വേണമെങ്കിലോ, പർച്ചേസിങ്ങിനോ വേണ്ടി വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്തോ. അയ്യരങ്കിളിനെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞപ്പോൾ മിഥുൻ മിണ്ടിയില്ല. മമ്മ, എന്നാൽ ഞാനൊന്ന് ട്രിവാൻഡ്രം വരെ പോയി വരട്ടെ, 2 ദിവസം കഴിഞ്ഞേ ഞാൻ വരൂ. എന്തിനാ ഇപ്പോൾ പോകുന്നത്? ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഊർമിള ചോദിച്ചു. അനിലിനെ ഒന്ന് കാണണം, അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്, അവൻ പറഞ്ഞു. ശരി, പോയി വാ. ഊർമിള അവൻ്റെ ചോദ്യത്തിന് മറുപടി നൽകി. അവൻ അനുവിൻ്റെ അരികിലെത്താൻ കൊതിക്കുകയായിരുന്നു. ഭക്ഷണം പാതി കഴിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. ഇവനിതെന്തു പറ്റി? ഒന്നിലും ഒരു ശ്രദ്ധയുമില്ലല്ലോ, ഊർമിള ആനന്ദിനെ നോക്കി പറഞ്ഞു. മിഥുൻ എഴുന്നേറ്റു പോകുമ്പോൾ അവൻ്റെ മനസ്സിലാകെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. അനുവിനെ കാണണം, എല്ലാം പറയണം, അത് മാത്രമാണ് അവൻ്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും അനുവിൻ്റെ കാര്യം മമ്മയോട് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചെങ്കിൽ അവൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. തനിക്ക് തൻ്റെ അനുവിനെ ഈ വീട്ടിലേക്ക് തൻ്റെ വധുവായി കൊണ്ടുവരാൻ കഴിയണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ കിടന്നു. നാളെയുടെ നന്മയ്ക്കായി. നാളെ നേരത്തെ എണീറ്റ് അനുവിനെ കാണാൻ പോകണം അവൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഉറങ്ങാൻ കിടന്നു. ഉറക്കം അവൻ്റെ കണ്ണുകളിൽ തഴുകുന്നില്ലായിരുന്നു. എന്നാലും അവൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരേ കിടപ്പ് കിടന്നു. തുടരും. അടുത്ത എപ്പിസോഡുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.